ഹലോ ആൾ വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് MS Excel അഥവാ മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ചാണ്. നമുക്കത് MS Excel ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതേപോലെ ഒരു ക്യാൻവാസാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫയലുണ്ട്, അത് മെനു ബാറാണ്. ഡിഫറെൻറ്റ് ടാബ്സ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് ടാബ്സിൽ ഇപ്പോൾ നമ്മൾ മെനു ബാർ ഫയൽ ഓപ്പൺ ചെയ്താൽ അതിൽ സേവ് ഉണ്ട്, അതേപോലെ തന്നെ പ്രിൻറ്റ്, ഷെയർ, എക്സ്പോർട്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതിൽ നമുക്ക് ഓരോന്നിലും നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിൽ പറയാം. അതിൽ എക്സ്പോർട്ട് പറയണത് എന്താ വെച്ചാൽ നമ്മളത് PDF ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ ഫയൽ, ഹോം, ഇൻസെർട്ട്, പേജ് ലേഔട്ട് അങ്ങനെ പറയുന്ന ടാബ്സിൻ്റെ അടിയിൽ തന്നെ കുറേ റിബൺസ് ഉണ്ട്. റിബൺസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിബൺസ് ആണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഫൗണ്ട്, അലൈൻമെൻറ്റ്, അങ്ങനെ. അപ്പോൾ ഇതിൽ നമ്മൾ റോസ് ആൻഡ് കോളംസ് ആക്കി തിരിച്ചിട്ടുണ്ട്, ഓരോ സെല്ലാക്കിയിട്ട്. ക്യാൻവാസാണിത്. ക്യാൻവാസിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോളംസ് ഉണ്ട്. കോളംസ് ABCD അങ്ങനെ അപ് ടു XFD അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഉള്ളത് എന്താ പറയുക, റോസ് ഉണ്ട്, 1 2 3 എന്ന് പറയുന്ന റോസും ഉണ്ട്. സോ ഇതിലെങ്ങനെ നമുക്ക് ഉപയോഗപ്രദമായിട്ട് ഉപയോഗിക്കുന്നത്, നമുക്ക് സ്പ്രെഡ്ഷീറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റാണ്. 1987 ഇത് പറയുന്നത് ടു ഓർഗനൈസ് നമ്പേഴ്സ് ആൻഡ് ഡാറ്റ വിത്ത് ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. ഇതിൽ നമുക്ക് ഡാറ്റാസിനെ പല ഫോർമാറ്റുകളും ഫോർമുലകളും ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്ന രീതിയിലാണ് നമുക്കത് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഓരോ സെല്ലിൻ്റെ കോളത്തിൽ നിന്ന് നമുക്ക് കോളായിക്കോട്ടെ, റോ ആയിക്കോട്ടെ, അതിനെ ഇൻസേർട്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അതിൻ്റെ ഹൈറ്റ്, കോളത്തിൻ്റെ വിഡ്ത്ത് മാറ്റാം, അങ്ങനെ ചേഞ്ച് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിൻ്റെ ഒരു ഇൻസേർട്ടിൻ്റെ കാര്യമാണ്. ഇൻസേർട്ടിൽ നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പൈ ചാർട്ട്, ചാർട്ട്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ലൈൻ ചാർട്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചാർട്ട്സ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചാർട്ടിൻ്റെ ഇൻസേർട്ട്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഒരു ഇത് കൊടുക്കുമ്പോൾ തന്നെ ഞാനൊരു ഒരു മാർക്ക് ആഡ് ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ആ ഇതിൻ്റെ മാർക്ക് ആഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഡിഫറെൻറ്റ്, ഇപ്പോൾ മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, അറബി, അങ്ങനെ നമ്മൾ ഏതൊക്കെയാണോ ആ ലാംഗ്വേജ് ചെയ്ത്, പിന്നെ സ്റ്റുഡൻസിനെ നെയിം ചെയ്ത്. ഇപ്പം ഞാൻ റഫായിട്ടാണ് ചെയ്തു തരുന്നത്. ഇത് എനിക്ക് കുറേ എൻക്വയറി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ റഫായിട്ടൊരു ഇത് പറഞ്ഞു തരികയാണ്. ഇതിൻ്റെ കൂടുതൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ കൂടുതൽ ക്ലാസ്സുകൾ, സെക്ഷനുകൾ ചെയ്യുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ പോലെയാണ് ഞാൻ ചെയ്യുന്നത്. ദെൻ വി ഹാവ് ടു ആഡ് ദ മാർക്സ് ഓൾസോ. സോ എല്ലാ മാർക്സും നമ്മൾ അതിൽ ആഡ് ചെയ്ത ശേഷം ജസ്റ്റ് എല്ലാം കൂടി നമ്മൾ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഇൻസേർട്ട് പോയിട്ടാണ് ചാർട്ട് ആഡ് ചെയ്യുന്നത്. ചാർട്ട് ഡിഫറെൻറ്റ് ടൈപ്സ്, ഐ ചാർട്ട് ഉണ്ട്, കോളം ചാർട്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ ലൈൻ ചാർട്ട്സ്. അതിപ്പോൾ നമുക്ക് ഏത് ചാർട്ടാണോ വേണ്ടത് ആ ചാർട്ടിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പർട്ടിക്കുലർ ഡാറ്റ, അല്ലെങ്കിൽ റെയിൻ വാട്ടറിൻ്റെ കളക്ഷൻ ഡാറ്റ, അങ്ങനെയൊക്കെ ഒരുപാട്